ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഈയിടെ പ്രചരിച്ചിരുന്നു. അതിലൊന്ന് പ്രശസ്ത പരിശീലകനായ യുർഗൻ ക്ലോപ്പിനെ അവർ കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് അടുത്ത സമ്മറിൽ ക്ലോപ്പിനെ കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട്, അവർ അതിനുവേണ്ടി ശ്രമിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. മാത്രമല്ല ക്ലോപ്പ് ഈയൊരു ജോലി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന അഭിമുഖത്തിൽ ക്ലോപ്പ് ഇത് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും റയൽ മാനേജ്മെന്റിന് ഒരു ഉപദേശം ഇപ്പോൾ ക്ലോപ്പ് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു പരിശീലകനെ പുറത്താക്കുകയാണെങ്കിൽ പകരം ആരെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ലീഡർമാരോട് ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു പരിശീലകനെ പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പകരക്കാരൻ ആരായിരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ വേണം. ചുമ്മാ അങ്ങ് പുറത്താക്കരുത്. മാത്രമല്ല പകരക്കാരന്റെ കാര്യത്തിൽ റിയലിസ്റ്റിക് ആവുകയും വേണം. പെപ്പിനെ കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് റയൽ വിശ്വസിക്കുകയാണെങ്കിൽ അതിന് സാധ്യത കുറവാണ് എന്നേ ഞാൻ പറയൂ. കുറച്ച് റിയലിസ്റ്റിക് ആയിക്കൊണ്ട് അവർ ചിന്തിക്കേണ്ടതുണ്ട്. ആരെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് അവർ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇതാണ് ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പരിശീലകനെ ചുമ്മാ അങ്ങ് പുറത്താക്കരുത്. സാബി അലോൺസോയെ പുറത്താക്കിയത് അങ്ങനെയാണ്. പിന്നീടാണ് യൂത്ത് ടീമിന്റെ പരിശീലകനായ അർബിലോവയെ ക്ലബ്ബ് നിയമിച്ചിട്ടുള്ളത്. പക്ഷെ അത് ദീർഘകാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല. വരുന്ന സമ്മറിൽ പുതിയ ഒരു പരിശീലകനെ കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട്. ക്ലോപ്പിനെ അവർ പരിഗണിക്കുന്നുമുണ്ട്. എന്നാൽ റയലിന്റെ ഈ ഒരു സാധ്യതകളെ പൂർണ്ണമായും താൻ തള്ളിക്കളയുന്നില്ല എന്നാണ് ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിലവിലെ ജോലിയിൽ താൻ ഹാപ്പിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.